ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ ഒന്നോ രണ്ടോ പഴച്ചെടികളൊക്കെ നട്ട് വളർത്തുന്നവരുണ്ടാവും. നമ്മൾ വലിയ ഇഷ്ടത്തോടുകൂടി വളർത്തുന്ന ഈ ചെടികൾ ഒന്ന് വളർന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ ഇലകളുടെ അഗ്രഭാഗം മഞ്ഞളിച്ച് വരികയും അതിൻ്റെ ഇലകളിലെ ഞരമ്പിന് കട്ടി കൂടി വരികയും ചെയ്യാറുണ്ട്. മാത്രമല്ല നമുക്ക് ഈ പഴച്ചെടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കായ്ക്ക് വലിപ്പക്കുറവും അതുപോലെ ആ ഒരു ഫ്രൂട്ടിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടാതെയും വരും. അതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സൂക്ഷ്മ മൂലകമായ ബോറോണിൻ്റെ കുറവ് മൂലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ പഴച്ചെടിയിൽ ബോറോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബോറോൺ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പഴച്ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിളവ് തന്നെ നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ തെങ്ങ്, വാഴ പോലുള്ളവയ്ക്കാണ് ബോറോൺ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത്. എന്നാൽ നമ്മുടെ ഫലവൃക്ഷങ്ങൾക്കും ചെറിയൊരളവിൽ ബോറോൺ അത്യാവശ്യമാണ്. അപ്പോൾ ബോറോൺ കൃത്യമായിട്ട് എങ്ങനെ നമ്മുടെ പഴച്ചെടികൾക്ക് കൊടുക്കണം, എത്രത്തോളം കൊടുക്കണം, ഏത് സമയത്ത് കൊടുക്കണം തുടങ്ങിയ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും അതിലെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് സൂക്ഷ്മ മൂലകങ്ങൾ. ഈ സൂക്ഷ്മ മൂലകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബോറോൺ. ചെടികളുടെ വളർച്ചയുടെ തുടക്കം മുതൽ തന്നെ ചെടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സൂക്ഷ്മ മൂലകവും കൂടിയാണിത്. എന്നാൽ വളരെ കുറഞ്ഞൊരളവിൽ മാത്രമേ ഇത് നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ നമ്മളത് നിർബന്ധമായിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയും വേണം. പ്രധാനമായിട്ടും മണൽ കലർന്ന മണ്ണിലും അതുപോലെ ജൈവാംശം നഷ്ടപ്പെട്ട മണ്ണിലൊക്കെയാണ് ബോറോണിൻ്റെ കുറവ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ മഴ പെയ്യുന്ന സമയങ്ങളിൽ വെള്ളം കുത്തിയൊലിച്ചു പോകുന്നത് വഴി മണ്ണിൻ്റെ ജൈവാംശം നഷ്ടപ്പെട്ടു പോകുകയും ഈ ബോറോൺ പോലുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് മണ്ണിൽ കാണപ്പെടുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴച്ചെടികളിലൊക്കെ ആണെങ്കിൽ ബോറോണിൻ്റെ കുറവ് മൂലം അതിൻ്റെ ഇലകളുടെ അഗ്രഭാഗം മഞ്ഞളിച്ച് വരികയും ഈ ഇലകളിലുള്ള ഞരമ്പുകൾ കട്ടി കൂടി വരികയും ചെയ്യും. മാത്രമല്ല നമുക്കിതിൽ നിന്ന് കിട്ടുന്ന കായ്കൾക്ക് വലിപ്പക്കുറവും കായ്കളുടെ കറക്റ്റ് ആ ഒരു ഷേപ്പിന് നമുക്കത് കിട്ടാതെ വരും. മാത്രവുമല്ല നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രൂട്ടിന് ക്വാളിറ്റിയും ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല, മധുരവും ഉണ്ടാവില്ല. അതുപോലെ പൂക്കളിൽ പൂമ്പൊടി ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ബോറോൺ. അപ്പോൾ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി മൂലം ചെടികളിൽ പരാഗണം നടക്കാതെ വരും. അതുമൂലം നമ്മുടെ വിളവ് കുറയും. നമ്മൾ തെങ്ങിനൊക്കെ കൊടുക്കുന്ന ആ ഒരു അളവിൽ ബോറോൺ പഴച്ചെടികൾക്ക് കൊടുക്കരുത്. കാരണം ബോറോൺ കൂടിപ്പോയാൽ ചെടികൾ കരിഞ്ഞു പോകും. ഇപ്പോൾ സാധാരണ നമ്മൾ തെങ്ങിനൊക്കെ 6 മാസം കൂടുമ്പോൾ 10 ഗ്രാം അളവിലാണ് ബോറോൺ കൊടുക്കാറുള്ളത്. അപ്പോൾ അത്രയും ഒരു അളവിൽ നമ്മൾ പഴച്ചെടികളിൽ ബോറോൺ കൊടുക്കരുത്. പഴച്ചെടികൾക്കൊക്കെ ആണെങ്കിൽ 2 മുതൽ 5 ഗ്രാം അളവിൽ ബോറോൺ കൊടുക്കാം. അതും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1 ലിറ്റർ വെള്ളത്തിൽ ഈ 2 ഗ്രാമോ 3 ഗ്രാമോ ബോറോൺ കലക്കി ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചുവട്ടിലും ഇട്ട് കൊടുക്കാം. ബോറോണിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണുന്ന ചെടികളിലാണ് ഈ 5 ഗ്രാം അളവിൽ ബോറോൺ കൊടുക്കേണ്ടത്. നോർമൽ ആയിട്ടുള്ള ചെടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ 2-3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡെഫിഷ്യൻസി കൂടുതലുള്ള ചെടികൾക്ക് നമ്മൾ അതനുസരിച്ചിട്ട് ബോറോൺ കൊടുക്കണം. ചെടികളുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ബോറോണിൻ്റെ അളവിലും വ്യത്യാസം വരുത്താം. ഒത്തിരി ബോറോൺ കൂടുതൽ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെയൊക്കെ നമുക്കൊരു വലിയ ചെടികൾക്ക് കൊടുക്കാം. നമ്മൾ മണ്ണിൽ കുമ്മായൊക്കെ ഇട്ട സമയമാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബോറോൺ കൊടുക്കാവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഏത് സമയത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ വെയിൽ വരുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് വെയിൽ മാറിയതിന് ശേഷമോ വേണം നമ്മൾ ബോറോൺ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ബോറോൺ പ്രധാനമായിട്ട് നമ്മുടെ ചെടികളിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ സെൽസിൻ്റെ നിർമ്മാണവും അതുപോലെ പൂക്കളിൽ പൂമ്പൊടി ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകം കൂടിയാണ് ഈ ബോറോൺ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ നല്ലതുപോലെ പൂവിടാനും പരാഗണം നടക്കാനും ഒക്കെ ഈ ബോറോണിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ബോറോൺ. നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെടികളുടെ എല്ലാ ഭാഗത്തും എത്തണമെങ്കിൽ ഈ ബോറോണിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അപ്പോൾ വളരെ കുറച്ചളവിൽ മാത്രമേ ബോറോൺ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയും വേണം.
അങ്ങനെ ബോറോൺ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മുടെ ചെടികൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് ചെടികളിൽ പുതിയതായിട്ട് വരുന്ന നാമ്പുകൾ കരിഞ്ഞു പോകുന്നതും ഇല കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാസത്തിൽ 2 തവണയെങ്കിലും നമ്മൾ ഈ ബോറോൺ നമ്മുടെ പഴച്ചെടികളിലും അതുപോലെ പച്ചക്കറി ചെടികളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൂവിടാനും പരാഗണം നടക്കുന്നതിനുമൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ പഴച്ചെടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയൊരളവിൽ ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ബോറോണിൻ്റെ അളവ് ഒത്തിരി കൂടിപ്പോയാലും നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. കൃത്യമായിട്ടുള്ള അളവിൽ ബോറോൺ നമ്മുടെ ചെടികൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും അതിന് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയും നല്ല കായപിടുത്തം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പഴച്ചെടികളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം കൂടുകയും നല്ല ഗുണമേന്മയുള്ള ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെയുള്ള ടേസ്റ്റും ക്വാളിറ്റിയും ഗുണമേന്മയുമുള്ള ഫ്രൂട്ട്സ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.